നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതി വീണ്ടും സ്വന്തം പേരിൽ മാത്രമുള്ള പദ്ധതിയാക്കി മാറ്റി പിണറായി സർക്കാർ. ഫോർട്ട് കൊച്ചി തുരുത്തിയിലെ ഫ്ളാറ്റ് സമുച്ചയമാണ് സംസ്ഥാന സർക്കാർ പദ്ധതി തെറ്റിദ്ധരിപ്പിച്ച് മുഖ്യമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. തലചായ്ക്കാൻ ഒരിടമില്ലാതെ വിഷമിച്ച 394 കുടുംബങ്ങൾക്ക് തണലൊരുക്കുന്ന ബൃഹത് പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ മാത്രമായി ചിത്രീകരിക്കുന്നത്. നോട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കൊച്ചി നഗരസഭയുടെയും അഭിമാന പദ്ധതിയെന്നേ ആർക്കും തോന്നൂ. അത്ര ഗംഭീരമായാണ് സംസ്ഥാന സർക്കാരും കൊച്ചി കോർപ്പറേഷനും പ്രചാരവേലകൾ നടത്തുന്നത്. 394 കുടുംബങ്ങൾക്ക് ആശ്രയമാകുന്ന പദ്ധതി. പക്ഷേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയാണ് ഫോർട്ട് കൊച്ചി തുരുത്തിയിലെ ഈ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. കേന്ദ്ര പദ്ധതി ആവിഷ്കരിച്ച് 66 കോടി രൂപ 2 ടവറിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് രൂപീകരിച്ചതിന് ശേഷം ഈ പദ്ധതി ഏകദേശം 2016 മുടങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. 2016 പദ്ധതി മുടങ്ങാനുള്ള യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അന്ന് ഈ നഗരസഭ ഭരിച്ചിരുന്നത് UDF ആണ്, ഇന്നിത് ഭരിക്കുന്നത് LDF ആണ്. UDF-ഉം LDF-ന്റെയും ഒരു അഴിമതി ഭരണ പ്രകാരം അവർക്ക് ഈ പദ്ധതിക്ക് നൽകേണ്ട തുക നൽകുവാൻ കഴിയാത്തതിന് സാഹചര്യമാണ് ഈ പദ്ധതി മുടങ്ങിപ്പോയിട്ടുള്ളത്. അതിനുശേഷം നമുക്കറിയാം 2016 നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ കൊച്ചിയുടെ വികസനത്തിന് വേണ്ടി നൽകിയ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നൽകിയ കോടിക്കണക്കിന് രൂപ, ആ പദ്ധതി തുകയിൽ അത് ഭവന പാർപ്പിട നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട തുകയാണ് ഇന്ന് കൊച്ചി നഗരസഭ വഴിമാറ്റി ഈ പറയുന്ന റേ പദ്ധതി പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രിമാരില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. പദ്ധതിയുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് BJP ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട പദ്ധതിയുടെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ കൊടുക്കുകയും കോർപ്പറേഷൻ ആ തുക കൊടുക്കാത്തതിൻ്റെ പേരിൽ പദ്ധതി മുടങ്ങിപ്പോകുന്നു. അവസാനം ഇത് നമുക്കറിയാം, കൊച്ചി നഗരസഭയുടെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് CSML കമ്പനി രൂപീകരിച്ചിട്ടുള്ളത്. ആ CSML ഈ പദ്ധതി ഏറ്റെടുക്കുകയും ഈ കെട്ടിട സമുച്ചയങ്ങൾ 2 ടവറിൻ്റെയും ആ പദ്ധതി പൂർത്തീകരിക്കുവാൻ വേണ്ടി CSML ഏറ്റെടുത്തുകൊണ്ട് ആ പദ്ധതി പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടു കൂടിയാണ് ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ്, ലൈഫ് മിഷൻ്റെ പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ നടത്തുമ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് ഓർക്കുവാനോ അല്ലെങ്കിൽ അതിൽ പങ്കാളിയായിട്ടുള്ള അതിനുവേണ്ടി ശുപാർശ നടത്തിയിട്ടുള്ള അന്നത്തെ കേരളത്തിൽ നിന്നുള്ള വിദേശമന്ത്രിയായിരുന്ന ശ്രീ V. മുരളീധരൻ അവർകൾ, ഇന്നത്തെ നിലവിലുള്ള മന്ത്രിമാർ ജോർജ് കുര്യൻജി, സുരേഷ് ഗോപിജി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കന്മാരെ, കേന്ദ്രമന്ത്രിമാരെ ഒന്ന് ഓർക്കാനോ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ ആ ഒരു ഭാഗം പറയുവാനോ അതിൻ്റെ ഒരു പ്രചരണം കൊടുക്കുവാനോ കോർപ്പറേഷൻ തയ്യാറാവുന്നില്ല. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ നീക്കം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും യഥാർത്ഥ വസ്തുത പൊതുജനങ്ങളുടെ മധ്യത്തിൽ തുറന്നു കാട്ടുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് KS ഷൈജു പറഞ്ഞു. വലിയ രാഷ്ട്രീയ പൊറോട്ട നാടകം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ ഗിമിക്കുകൾ നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഈ നഗരപിതാവ്, ബഹുമാനപ്പെട്ട ശ്രീ കൊച്ചി കോർപ്പറേഷൻ്റെ തലവൻ ഇതുപോലെ രാഷ്ട്രീയ നാടകങ്ങൾ നടന്നത് ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ തട്ടിപ്പ് പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന പല പദ്ധതികളും ഇങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടമായി മാറുന്നത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഈ പദ്ധതി. ജനം, കൊച്ചി.